Good morning. Good morning. Good morning, Miss. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോർഷൻ ഏതായിരുന്നു? എക്സ്റ്റേണൽ സോഴ്സ് ആയിരുന്നു അല്ലെ? എക്സ്റ്റേണൽ സോഴ്സിൽ മൂന്ന് മെത്തേഡ്സ്, മൂന്ന് ടെക്നിക്സ് നമ്മൾ റീഡ് ചെയ്തു. ഏതൊക്കെയായിരുന്നു? ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ് ആൻഡ് തേർഡ് പാർട്ടി മെത്തേഡ്. അതിൽ ഡയറക്റ്റ് മെത്തേഡിൽ സബ് ഡിവൈഡ് ആയിട്ട് അല്ലെങ്കിൽ മൂന്ന് മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് പറയുന്നത് ക്യാമ്പസ് ഇന്റർവ്യൂ ആൻഡ് സ്ക്രൂട്ടിനി, റിക്രൂട്ട്മെന്റ് ആൻഡ് ഫാക്ടറി ഗേറ്റ്. ഇൻഡയറക്റ്റ് മെത്തേഡിൽ അഡ്വർടൈസ്മെന്റ്, എംപ്ലോയീസ്, ട്രേഡ് യൂണിയൻസ്, ക്ലബ്സ്, പ്രൊഫഷണൽ അസോസിയേഷൻ, അതർ റെപ്യൂട്ടഡ് ഫേംസ് ആയിരുന്നു പറഞ്ഞത്. ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് തേർഡ് പാർട്ടി മെത്തേഡ് ആണ്. പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ്, പബ്ലിക് എംപ്ലോയ്മെന്റ് ഏജൻസീസ്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, then school, college, professional institutions, professional association, trade union, casual laborers or applicants at gate, voluntary association and computer database. ഇതല്ലേ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്? അല്ലേ? ഓർമ്മയില്ലേ? ലാസ്റ്റ് ക്ലാസ്സിൽ ആരും ഉണ്ടായിരുന്നില്ല? ഓക്കെ, ഞാൻ ഡേറ്റ് ചെയ്തിരിക്കുന്നത് 11/6 ആണ്. സോ ലാസ്റ്റ് ക്ലാസ്സിന് ഇതായിരുന്നു. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എക്സ്റ്റേണൽ സോഴ്സിന്റെ മെറിറ്റ്സ് ആണ്. എന്തെല്ലാം മെറിറ്റ്സ് ആണ്? നമ്മൾ ഇന്റേണൽ സോഴ്സിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നോക്കി, അതേപോലെ തന്നെ എക്സ്റ്റേണൽ സോഴ്സിന് അതിൻ്റെതായ മെറിറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? വൈഡ് ചോയ്സ് ആണ്. നമുക്ക് ഒരുപാട് ആപ്ലിക്കൻസിനെ കിട്ടും, അല്ലെങ്കിൽ ഒരുപാട് ഹ്യൂജ് പൂൾ ഓഫ് ആപ്ലിക്കൻസിന് നമുക്ക് എന്ത് കിട്ടും? എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് കിട്ടും. ഒരുപാട് കാൻഡിഡേറ്റ്സിനെ കിട്ടും. സോ നമുക്ക് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ബെസ്റ്റ് ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും ബെസ്റ്റ്, അതേപോലെ തന്നെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്യാൻ പറ്റും. ഇൻജെക്ഷൻ ഓഫ് ഫ്രഷ് ടാലന്റ്, നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് നമുക്ക് ഫ്രഷ് ടാലന്റ്സിനെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോയിന്റ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ മോട്ടിവേഷണൽ ഫോഴ്സ് ആണ്. കാരണം നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അതൊരു മോട്ടിവേഷൻ ആണ്. കാരണം എന്താണ്? നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ പുതിയൊരു ന്യൂ ടാലന്റിനെ വെച്ചിട്ട് നമ്മളെ റീപ്ലേസ് ചെയ്യും എന്നൊരു ബോധം ആർക്കുണ്ടാവും? ആർക്കുണ്ടാവും? നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന മറ്റ് സ്റ്റാഫുകൾക്ക് ഉണ്ടാവും. ദെൻ ലോങ് ടേം ബെനിഫിറ്റ്സ് ഉണ്ട്. ഒരു ഓർഗനൈസേഷനിൽ കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് ബിസിനസ് എൻവയോൺമെന്റിൽ പിടിച്ചു നിൽക്കാനായിട്ട് അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ടാലന്റ്സിനെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് ഇത്രയും നല്ലതാണ്. നോക്കാം എന്തെല്ലാമാണ് മെറിറ്റ്സ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്, വൈഡ് ചോയ്സ്. Organization can freely choose candidates from a huge pool of applicants. നമുക്കറിയാം ഔട്ടർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സിനാവുമ്പോൾ നമ്പർ ഓഫ് ആപ്ലിക്കൻസിന്റെ എണ്ണം കൂടും. സോ അതിൽ നിന്ന് ഫ്രീ ആയിട്ട് ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇൻജെക്ഷൻ ഓഫ് ഫ്രഷ് ടാലന്റ്.
Peoples with unacute skill knowledge can be selected to energize the present employee and incorporate creative method of working. ആലോചിച്ച് നമ്മള് ഇത്രയും നാളെ യൂസ് ചെയ്യാത്തൊരു സ്കില്ലാണ് നമ്മള് സ്കിൽ ഒരു വ്യക്തിയെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് സെലക്ട് ചെയ്തു. സോ ആ അദ്ദേഹത്തിന്റെ സ്കില്ല് നമ്മൾ മറ്റുള്ള എംപ്ലോയീസും കൂടി പഠിച്ചെടുക്കുന്നു. അവർ നല്ല രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു ക്രിയേറ്റീവ് മെത്തേഡാണ് എന്താണ് ഫ്രഷ് ടാലൻസ് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് എന്ത് ചെയ്യുന്നത്, ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അൺസ്കിൽ സ്കില്ലും നോളജ് ഉള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പ്രസന്റ് എംപ്ലോയീസിന് കുറച്ചും കൂടി എനർജറ്റിക് ആണ്. കാരണം അവർക്കറിയാത്ത കുറെ കാര്യങ്ങൾ നമുക്ക് ഫ്രഷ് ടാലൻസിന്റെ അടുത്ത് പഠിച്ചെടുക്കാനും അതിനനുസരിച്ച് നമ്മുടെ ഓർഗനൈസേഷനിൽ പെർഫോം ചെയ്യാനും പറ്റും. ദെൻ മോട്ടിവേഷണൽ ഫോഴ്സ് ആണ്. ഇന്റേണൽ എംപ്ലോയീസ് ആർ എൻകറേജ്ഡ് ടു വർക്ക് ഹാർഡ്. ഓക്കെ, നമ്മൾ പുറത്തുനിന്ന് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസ് എന്ത് ചെയ്യും, നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് നോക്കും. കാരണം എന്താണ്, മേ ബി നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മളെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയ എംപ്ലോയീസിനെ അവർ എന്ത് ചെയ്യും, പ്ലേസ് ചെയ്യും. കോമ്പീറ്റ് വിത്ത് എക്സ്റ്റേണൽ കാൻഡിഡേറ്റ്സ് ഇൻ സെർച്ച് ഓഫ് ദർ കരിയർ ഗ്രോത്ത്. അപ്പൊ അവരുടെ കോമ്പീറ്റ് ചെയ്യും, മത്സരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കരിയർ ഗ്രോത്തിനും അവർക്ക് ആ ജോബിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും അവർ നല്ല രീതിയിൽ എഫേർട്ട് എടുക്കും. A highly competent environment like this would assist an employee to work the best of his ability as he can. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് എംപ്ലോയീസിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒപ്പം കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റേണൽ എംപ്ലോയീസ്, ഓർഗനൈസേഷനിൽ ഉണ്ടായിരുന്ന എംപ്ലോയീസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയും അവരുടെ ഏറ്റവും ബെസ്റ്റ്, അവരുടെ എബിലിറ്റിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത്, കാഴ്ചവെക്കുന്നത്. ദെൻ ലോങ് ടൈം ബെനിഫിറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. If the competent individuals will join the organization, നല്ല കോമ്പറ്റന്റ് ആയിട്ടുള്ള, നല്ല എഡ്യൂക്കേഷൻ ഉള്ള, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ they generate new ideas, പുതിയ ഐഡിയാസ് അവരുടെ ഉണ്ടാവും. അതല്ലേ, ഒരു പുതുതായിട്ട് പാസ് ഔട്ട് ആവുന്ന അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ന്യൂ ജനറേഷനിലായിരിക്കും ഉണ്ടാവുക അല്ലെ. അപ്പോൾ പുതിയ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ഫ്രഷ് ടാലൻസിന് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ അവരിൽ നിന്ന് പുതിയ ഐഡിയാസ് ജനറേറ്റ് ചെയ്യും. ദിസ് ക്യാൻ ക്രിയേറ്റ് എ കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയർ. അങ്ങനെ വരുമ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വിച്ച് വുഡ് ഫോഴ്സ് ദ എംപ്ലോയീസ് ടു ഗിവ് ഔട്ട് ദെയർ ബെസ്റ്റ്. മറ്റുള്ള എംപ്ലോയീസിന് ഒരു ഇതുണ്ടാവും, ഒരു ഇന്റൻഷൻ, എന്താണ് അവരുടെ ഏറ്റവും ബെസ്റ്റ് എന്ത് ചെയ്യാനായിട്ട്, പെർഫോം ചെയ്യാനായിട്ട്. ആൻഡ് ബെനിഫിറ്റ്സ്, അതുവഴി അവർക്ക് ബെനിഫിറ്റ്സ് ഏൺ ചെയ്യാം, ഗെറ്റ് പ്രമോഷൻസ് എക്സെട്ര. ഇതെല്ലാത്തിനും വേണ്ടിയിട്ട് നല്ല രീതിയിൽ അവർ നല്ല രീതിയിൽ അവർ ഹാർഡ് വർക്ക് ചെയ്യും. അപ്പൊ നമ്മൾ പറഞ്ഞത് മെറിറ്റ്സ് ആണ്. മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ ബയോഡർ ചോയ്സ് ആണ്. ഒരുപാട് എംപ്ലോയീസ് ആപ്ലിക്കൻസ് നമുക്ക് കിട്ടും. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കൻസിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, സെലക്ട് ചെയ്താൽ മതി. ഫ്രഷ് ടാലൻസിന് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ഇൻജെക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ പ്രസന്റ് എംപ്ലോയീസ് നല്ല രീതിയിൽ എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒരു മോട്ടിവേഷണൽ ഫോഴ്സ് ആണ്. എന്താണ്, മേ ബി അവരുടെ ഒപ്പം നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ റീപ്ലേസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നെഗറ്റീവ് മോട്ടിവേഷൻ ആണ്, എന്നാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ അവർ എന്ത് ചെയ്യും, ബെസ്റ്റ് പെർഫോം ചെയ്യും. ദെൻ ലോങ് ടൈം ബെനിഫിറ്റ്സ് ആണ്. നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് പുതിയ ഒരാളെ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ ന്യൂ ഐഡിയാസ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവും. സോ ജനറേഷൻ ഓഫ് ന്യൂ ഐഡിയാസ്. അങ്ങനെ വരുമ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയർ നമുക്ക് ഓർഗനൈസേഷന്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് കാണുമ്പോൾ എല്ലാ എംപ്ലോയീസും അവർ ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നത്, അതുവഴി അവർക്ക് ബെനിഫിറ്റ്സ്, പ്രമോഷൻസ് വേണം ചെയ്യാം എന്നുള്ളൊരു ലക്ഷ്യമായിരിക്കും ഉണ്ടാവുക. ഇനി നമ്മൾ പറഞ്ഞു എക്സ്റ്റേണൽ സോഴ്സിന്, ഇന്റേണൽ സോഴ്സ് പോലെ തന്നെ എക്സ്റ്റേണൽ സോഴ്സിന് മെറിറ്റ്സ് ഉണ്ട്, എന്തുണ്ട്, ഡിമെറിറ്റ്സ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. എക്സ്പെൻസീവ് പ്രോസസ് ആണ് അല്ലെ, ഇത്തിരി ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള, അതേപോലെ തന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് എന്ത്, റിക്രൂട്ട്മെന്റ്. എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഫസ്റ്റ് എന്താണ്, എത്ര ആപ്ലിക്കൻസ് വേണം, എത്ര കളക്ട് ചെയ്യണം, ഇത്തിരി ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു എന്താണ് ഒരു പ്രോസസ് ആണ് റിക്രൂട്ട്മെന്റ്. അതേപോലെ തന്നെ കോസ്റ്റ്ലി ആണ്, കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോസസ് ആണ് കേട്ടോ. ദെൻ ഡിമോട്ടിവേറ്റിംഗ് ആണെന്നാ പറയുന്നത്, ശരിയല്ലേ? നമ്മുടെ ഓർഗനൈസേഷൻ ഇത്രയും നാള് വർക്ക് ചെയ്ത ഒരു എംപ്ലോയിനെ കൺസിഡർ ചെയ്യാണ്ട് ആ ഒരു പോസ്റ്റിലേക്ക് പുതിയതായിട്ടൊരു എംപ്ലോയിനെ നമ്മൾ എന്ത് ചെയ്യാണ്, പ്ലേസ് ചെയ്യാണെങ്കിൽ അങ്ങനെ വരുമ്പോ അതൊരു ഡിമോട്ടിവേഷണൽ ഫോഴ്സ് ആണ്. കാരണം എന്താണ്, അത് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നില്ല, ഡിമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്.
അൺസർട്ടനിറ്റി ആണ്. നമ്മളിപ്പോ പുതിയതായിട്ടൊരു കാൻഡിഡേറ്റ്സിനെ ഹയർ ചെയ്യുമ്പോൾ അദ്ദേഹം റൈറ്റ് കാൻഡിഡേറ്റ്സ് ആണോ എന്ന് നമുക്ക് ഉറപ്പ് വരുത്താനായിട്ട് ഒരു ടൈം പീരീഡ് വേണം. കാരണം നമ്മൾ അപ്പോയിന്റ് ചെയ്ത ആളുടെ പെർഫോമൻസ് വാലിഡേറ്റ് ചെയ്താലാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്ത വ്യക്തി നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ക്വാളിഫൈഡ് ആണ്, അദ്ദേഹത്തിന് അത്ര എബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റുള്ളൂ. സോ അൺസർട്ടൻ ആണ്, നമുക്ക് ഉറപ്പൊന്നുമില്ല അയാള് സക്സസ് ആവുമോ മേ ബി ഫെയിലിയർ ആവുമോ നമുക്ക് ഉറപ്പില്ല, ഓർഗനൈസേഷന് അതിൻ്റെതായ ഉറപ്പില്ല. സോ നമുക്ക് നോക്കാം എന്തെല്ലാമാണ് ഡിമെറിറ്റ്സ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സ്. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് എക്സ്പെൻസീവ് ആണ്. Using various sources of recruitment is not easy work. നമ്മൾ വേരിയസ് സോഴ്സുകൾ പറഞ്ഞു, ഇന്റേണൽ എക്സ്റ്റേണൽ സോഴ്സ് പറഞ്ഞു, അത് ഈസി അല്ല. പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് അത്രയും ആപ്ലിക്കൻസിനെ കിട്ടണമെന്നില്ല. ഹയറിംഗ് കോസ്റ്റ് മേ ഇൻക്രീസ് സിഗ്നിഫിക്കൻസ്ലി. അപ്പോൾ ഹയറിംഗ് കോസ്റ്റ് നമുക്ക് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ടൈം കൺസ്യൂമിംഗ് ആണ്. അഡ്വർടൈസ്മെന്റ്, സ്ക്രീനിങ്, ടെസ്റ്റിംഗ്, സെലക്ടിംഗ് ദ റൈറ്റ് എംപ്ലോയി ഈസ് എ ടൈം കൺസ്യൂമിംഗ് പ്രോസസ്. നമ്മൾ പറഞ്ഞു അഡ്വർടൈസ്മെന്റ് പബ്ലിഷ് ചെയ്യണം, അതിൽ നിന്ന് വരുന്ന ആപ്ലിക്കേഷൻസ് സ്ക്രീൻ ചെയ്യണം, ടെസ്റ്റ് നടത്തണം, എന്നിട്ടാണ് സെലക്ഷൻ വരുന്നത്. സോ അത്രയും ടൈം നമുക്ക് വരുന്നുണ്ട്. അപ്പം അതൊരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ് ആണ്. The whole procedure need to be repeated. The right candidates is not found. നമുക്ക് റൈറ്റ് കാൻഡിഡേറ്റ്സിന് കിട്ടിയില്ലാത്ത പക്ഷം നമ്മൾ ഈ ഒരു പ്രോസസ്സ് വീണ്ടും എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഡിമോട്ടിവേറ്റിംഗ് ആണ്. The present employees who have given a lot of time in service may opt the process of recruiting vacancies from outside the organization. നമ്മുടെ പാസ്റ്റ് എംപ്ലോയീസ്, പ്രസന്റ് എംപ്ലോയീസ് ഉണ്ടാവുമല്ലോ, അപ്പൊ അവര് നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് അവരുടെ ടൈമും അവരുടെ സർവീസും ഒരുപാട് ചെയ്തിട്ടുണ്ടാവും, എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ഹയർ ആയിട്ടുള്ള പോസ്റ്റ് കിട്ടാറായ സമയത്താണ് പുറത്തുനിന്ന് ഒരു എംപ്ലോയിനെ നമ്മൾ എന്ത് ചെയ്തത്, റിക്രൂട്ട് ചെയ്തത്. സോ അവിടെ അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ ഒക്കെ പോയി. The feeling that their service has not been valued by the organization. ഇത്രയും നാൾ അദ്ദേഹം സർവീസ് കൊടുത്തത് വാല്യൂ ചെയ്തിട്ടില്ല ഓർഗനൈസേഷൻ. അങ്ങനെ വരുമ്പോൾ ഡിമോട്ടിവേറ്റ് ദം, അവരെ ഡിമോട്ടിവേറ്റ് ചെയ്യും. And they start losing interest in performing the job. അവർ പെർഫോം ചെയ്യുന്ന ജോബില് അവർക്ക് ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും. എന്നുവെച്ചാല് ഞാൻ ഇത്രയും നാളും കഷ്ടപ്പെട്ടതല്ലേ, ഇനി ഞാൻ കഷ്ടപ്പെട്ടത് എനിക്ക് എന്റെ എഫേർട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ എന്നെ ആ പ്ലേസിലേക്ക് പോസ്റ്റ് ആക്കിയില്ല, സോ ഞാൻ എന്തിനാ എഫേർട്ട് എടുക്കണം എന്നൊരു മൈൻഡ് ആയിരിക്കും പിന്നെ ആ ഒരു എംപ്ലോയിക്ക് മനസ്സിൽ വരുന്നത്. Then uncertainty ആണ്. There is uncertainty that the organization will able to hire the right candidates. നമ്മൾ ഹയർ ചെയ്ത കാൻഡിഡേറ്റ്സ് റൈറ്റ് ആണോ എന്നുള്ളതിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്, നമുക്ക് വ്യക്തതയില്ല. It may end up hiring unsuitable candidates who may not able to adjust into new settings. നമ്മൾ അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ആണ് ഹയർ ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ഒരു കാൻഡിഡേറ്റ്സ് നമ്മുടെ ഓർഗനൈസേഷനിൽ സ്യൂട്ടബിൾ ആവണമെന്ന് ഇല്ല. ഇത്രയുമാണ് ഡിമെറിറ്റ്സ് പറഞ്ഞത്. എക്സ്പെൻസീവ് ആണ്, ടൈം കൺസ്യൂമിംഗ് ആണ്, ഡിമോട്ടിവേറ്റിംഗ് ആണ്. നമ്മൾ പുറത്തുനിന്ന് ഒരു എംപ്ലോയിയുടെ ഓർഗനൈസേഷനിലേക്ക് എന്ത് ചെയ്യാണ്, സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ വർക്ക് ചെയ്തത് ഇത്രയും നാള് വർക്ക് ചെയ്തതിന്റെ എംപ്ലോയീസിന് അത് ഡിമോട്ടിവേറ്റ് ചെയ്യാണ്. അൺസർട്ടനിറ്റി ആണ്, നമ്മൾ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിന് നമ്മുടെ ഓർഗനൈസേഷന് സ്യൂട്ടബിൾ ആണോ എന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പൊ അത് മേ ബി അൺസർട്ടൻ ആണ്, ഓക്കെ ആയിരിക്കാം, മേ ബി അല്ലായിരിക്കാം, നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഇത്രയുമാണ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, എക്സ്റ്റേണൽ സോഴ്സിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും. ഒന്ന് റീഡ് ചെയ്തേ.
Okay. നമ്മള് ഇനി നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് ട്ടോ. എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. റിക്രൂട്ട്മെന്റിന്റെ ഇമ്പോർട്ടൻസ് ഫസ്റ്റ് പറയുന്നത് ഡിറ്റർമിൻ ദ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ റിക്വയർമെന്റ്സ്. നമ്മുടെ ഓർഗനൈസേഷൻ ഗ്രോ ചെയ്തോണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ഫ്യൂച്ചറിൽ ഭാവിയിൽ എത്ര ആപ്ലിക്കൻസിന് വേണം അല്ലെങ്കിൽ എത്ര എംപ്ലോയീസിന് വേണം എന്നുള്ളൊരു കണക്ക് അല്ലെങ്കിൽ ആ ഒരു ഏകദേശ ധാരണ നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിലൂടെയും ജോബ് ഇവാലുവേഷനിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഡിറ്റർമിൻ ദ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ റിക്രൂട്ട്മെന്റ്. It involves identifying and preparing potential applicants for the higher job position. നമുക്ക് ഹയർ ജോബ് പൊസിഷനിലേക്ക് വേണ്ട ആപ്ലിക്കൻസിനെ ഐഡന്റിഫൈ ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനും അവർ പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സിനെ അത് പ്രിപ്പയർ ചെയ്യാനും നമുക്ക് പറ്റും. ഇത് സിഗ്നിഫിക്കന്റ് ഫോർ എവറി ഓർഗനൈസേഷൻ. എല്ലാ ഓർഗനൈസേഷനെയും സംബന്ധിച്ച് സിഗ്നിഫിക്കന്റ് ആണ്. എന്താണ്? Find out the existing and future need of the organization. നമ്മുടെ ഓർഗനൈസേഷന്റെ എന്താണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതും ഫ്യൂച്ചർ ആയിട്ടുള്ള നീഡ്സ് എന്ന് പറയുമ്പോൾ റിലേറ്റിംഗ് ടു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ്. വ്യക്തികളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യേണ്ട എംപ്ലോയീസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവിടെ വരാൻ പോകുന്ന ജോബ് ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചിട്ട് വ്യക്തമായ ധാരണ ആർക്ക് വേണം, ഓർഗനൈസേഷന് വേണം. അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് കുറച്ച് ഫ്യൂച്ചർ റിക്വയർമെന്റ്സിനെ കുറിച്ച് നമുക്കൊരു പ്ലാൻ ഉണ്ടാവും. സോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഹ്യൂമൻ റിസോഴ്സിനെ റിക്രൂട്ട് ചെയ്താൽ മതി. It is significant for every organization to find out existing and future needs of the organization as per the human resource planning and job evaluation task. അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിലേക്കും അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് നീഡ്സ് അനുസരിച്ച് നമുക്ക് എത്ര എംപ്ലോയീസിന് നീഡ് ഉണ്ട്, എത്ര ഹ്യൂമൻ റിസോഴ്സ് വേണം, അതേപോലെ ഓരോരുത്തരും വർക്ക് ചെയ്യുന്ന ജോബ് ഇവാലുവേറ്റ് ചെയ്യുക, എത്ര ടാസ്ക് ഉണ്ട് എന്നെല്ലാം നോക്കിയിട്ട് നമ്മൾ അത് എന്ത് ചെയ്യാണ്, ഫില്ല് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് പോയിന്റ് ഇമ്പോർട്ടൻസിൽ പറഞ്ഞത്, ഡിറ്റർമിൻ ദ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ റിക്വയർമെന്റ്സ്. ഓർഗനൈസേഷന്റെ ഇപ്പോഴത്തേതും ഭാവിയിൽ വരാൻ പോകുന്നതുമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് റിക്രൂട്ട്മെന്റിനെ കുറിച്ചിട്ട് ഒരു പ്ലാൻ റിക്രൂട്ട്മെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then create and increase applicant pools. നമുക്കറിയാം നമ്മൾ എക്സ്റ്റേണൽ സോഴ്സ് ചെയ്തൊക്കെ ടാലന്റഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസിന് നമ്മൾ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി സ്യൂട്ടബിൾ ആയ ഒത്തിരി കാൻഡിഡേറ്റ്സിന്റെ ആപ്ലിക്കേഷൻസ് വരും. സോ അതിൽ നിന്ന് നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള എംപ്ലോയിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി, സെലക്ട് ചെയ്താൽ മതി. നോക്കാം. Recruitment develop a pool of talented candidates to facilitate the selection of the most suitable candidate for the organization. അപ്പോൾ റിക്രൂട്ട്മെന്റ് ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ്, നമ്മുടെ ഓർഗനൈസേഷനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്താൽ മതി, സെലക്ട് ചെയ്താൽ മതി. It helps to gather an appropriate number of acceptable applicants for each job position at minimum cost. അപ്പോൾ ഇത് കുറച്ച് എന്താണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എന്താണ് നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആപ്ലിക്കൻസിന്റെ ജോബ് പൊസിഷൻ നമുക്ക് കറക്റ്റ് മിനിമം കോസ്റ്റിൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ഫിൽ ചെയ്യാനായിട്ട് പറ്റും. It has been observed that the worth of the selection to an organization rises with the increase in the pool of applicants, potential candidates. നമുക്ക് എത്ര നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് കിട്ടുന്നോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിന്റെ ഒരു വർത്ത്, ആ ഒരു കറക്റ്റ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് കൂടുതൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി in fact, a large group of qualified applicants indicates that there are more suitable applicants available for the vacant position. അപ്പം ഇത്രയും ലാർജ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസ് വരാണെങ്കിൽ അപ്പൊ നമുക്ക് അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്, ഒരുപാട് മോർ സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. A selection program therefore has an excellent possibility of recognizing only well qualified individuals
നമുക്ക് വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ മാത്രം അത് മാത്രമല്ല, ഓൺ ദ അതർ ഹാൻഡ് ഇഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം അട്രാക്ട് എ സ്മോൾ നമ്പർ ഓഫ് ആപ്ലിക്കൻസ്, ലാർജ് നമ്പർ ആണെങ്കിലും എന്താണ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത്, എക്സലന്റ് ആയിട്ടുള്ള പോസിബിലിറ്റീസ് ആയിട്ടുള്ള വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് പ്രോഗ്രാമിലുണ്ട്. ഇനി അത് പക്ഷേ നമുക്ക് സ്മോൾ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ആണ് ആ ഒരു ജോബ് പൊസിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നെങ്കിൽ, ഇഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം അട്രാക്ട് എ സ്മോൾ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് in comparison to number of available position, then the situation repeating the entire recruitment process may occur. ഇപ്പോ നമുക്ക് റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര ജോബ് ഉണ്ട് ഓർഗനൈസേഷനിൽ, 10 നമ്പേഴ്സ് ഉണ്ട്, പക്ഷേ 5 ആപ്ലിക്കേഷൻസേ വന്നിട്ടുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഉള്ള എംപ്ലോയീസിനെ ചില വേക്കൻസിനേക്കാളും കുറവാണ് ആപ്ലിക്കേഷൻ. സോ നമ്മൾ വീണ്ടും അത് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരും, റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നോക്കാം, നമ്മൾ 2 ഇമ്പോർട്ടൻസ് ആണ് റീഡ് ചെയ്തത്. Determine the present and future recruitment and create and increase the applicants pool. So read it, okay? Okay. Then നമ്മൾ നോക്കുന്നത് increase the success rate of selection. നമ്മൾ പറഞ്ഞു നമ്മുടെ ആപ്ലിക്കേഷൻസിന്റെ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിന്റെ നമ്പേഴ്സ് കുറവാണ്, നമ്മൾ ഉദ്ദേശിച്ചനുസരിച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിനെ അത് എന്ത് ചെയ്യും, affect ചെയ്യും, badly affect ചെയ്യും. Okay, increase the success rate of selection by lowering the percentage of applicants who are either qualified or who have deserved knowledge skill എന്നിട്ട് നമ്മൾ ആ ജോബിന് വേണ്ടി ഉദ്ദേശിക്കുന്ന നോളജ് സ്കിൽ എബിലിറ്റീസ് ഇല്ല. For the recruiting organization, recruitment increase the success rate of the selection process. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്, നമ്മള് പെർസെന്റേജ് ആപ്ലിക്കൻസിന്റെ റേറ്റ് കുറവാണെങ്കിൽ റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ സെലക്ഷൻ പ്രോസസ്സ് നമുക്ക് സക്സസ് റേറ്റ് കൂട്ടാൻ പറ്റാം. ഇനി നമുക്ക് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കൂടുതലായിട്ട് കിട്ടുകയാണെങ്കിൽ റിക്രൂട്ട്മെന്റ് ഇൻക്രീസ് ദി സക്സസ് റേറ്റ് ഓഫ് സെലക്ഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിക്രൂട്ട്മെന്റ് എന്തിന് കാരണമാകുന്നുണ്ട്, സക്സസ് റേറ്റ് കൂട്ടാനായിട്ട് കാരണമാകുന്നുണ്ട്. Staff time, materials, physical facilities are needed by this kind of process. നമുക്കറിയാലോ റിക്രൂട്ട്മെന്റ് ഓഫീസർ വേണം, അതേപോലെ സെലക്ഷൻ കുറെ സ്റ്റാഫുകളുടെ ടൈം ഈ ഒരു പ്രോസസ്സിലേക്ക് ഇൻവോൾവ് ആണ്, അതേപോലെ മെറ്റീരിയൽസും ഫിസിക്കൽ ഫെസിലിറ്റീസും നമുക്ക് ആവശ്യമാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ് കണ്ടക്ട് ചെയ്യാൻ. If the recruitment bring
if the recruitment program brings applicants who do not match the recruitment of the job position, the result can be terrible. നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ജോബ് പൊസിഷനിലേക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ എല്ലാം കിട്ടിയിരിക്കുന്നെങ്കിൽ റിസൾട്ട് എങ്ങനെയായിരിക്കും? മേ ബി ടെറിബിൾ ആയിരിക്കും, കുറച്ച് നമ്മളെ ബാഡ് ആയിട്ട് അഫക്ട് ചെയ്യും. The expenses done on evaluation, the inappropriate candidate can go in vain. നമ്മൾക്ക് തന്നെ അത് വഹിക്കേണ്ടതായിട്ട് വരും. നമുക്കറിയാലോ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. സോ ആ എക്സ്പെൻസ് നമ്മുടെ ഓർഗനൈസേഷന് നഷ്ടം അല്ലെങ്കിൽ നമുക്ക് തന്നെ അതൊരു നഷ്ടമായിട്ട് മാറും. Moreover, the extra time required for determining human resource recruitment and selection increase the organizational expenses as well as. എന്ന് വെച്ചാൽ നമ്മൾ എക്സ്ട്രാ ടൈം ഇപ്പോൾ കൊടുത്താണ് അതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ കോസ്റ്റ് വേണ്ട വരാണെങ്കിൽ അതെല്ലാം ഓർഗനൈസേഷന് അഡീഷണൽ എക്സ്പെൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ തന്നെ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് ഓർഗനൈസേഷനെ ബാഡ്ലി എഫക്ട് ചെയ്യും. മേ ബി അതിനു വേണ്ടി നമ്മൾ കൂടുതൽ ടൈമും കൂടുതൽ എക്സ്പെൻസും മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതൊരു ഓർഗനൈസേഷനിൽ അത് എന്താ പറയാ എക്സ്പെൻസ് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. Meet the organization obligation. The objectives of recruitment is to meet the organization legal and social obligation concerning demographic composition of the workers. അപ്പോ നമ്മള് ഓർഗനൈസേഷന് അതിൻ്റെതായ ലീഗൽ ആൻഡ് സോഷ്യൽ ഒബ്ലിഗേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഒരു ആളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ എഫക്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നീഡ്സ്, വാണ്ട്സ്, അതേപോലെ ഏത് സെക്ടറിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ്. And organizational compliance with various law directives have frequently been judged by demographic features of those recruited and selected. അപ്പൊ നമ്മുടെ ഓർഗനൈസേഷന്റെ ലോസ്, ഡെറിവേറ്റീവ്സ് ഒക്കെ നമുക്ക് ഈ ഒരു വ്യക്തിയുടെ നമ്മൾ റിക്രൂട്ട് ചെയ്ത വ്യക്തിയുടെ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് ആയിട്ട് എന്താണ് റിലേറ്റഡ് ആണ്. Demographic features of selected candidates are directly proportional to the features of the applicants pool. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷൻസിൽ നിന്ന് ഈ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഫേവറബിൾ ആയിട്ടുള്ള ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് ഉള്ള ഒരു വ്യക്തിയെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇഫ് ദ റിക്രൂട്ട്മെന്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സും കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കും ആപ്ലിക്കൻസിൽ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത്. ഇന്ത്യ പോലൊരു രാജ്യം, കേരളം പോലത്തെ ഒരു സംസ്ഥാനത്താണെങ്കിൽ നമുക്ക് എന്താണ് ഒരു ജോബില് ഒത്തിരി വർക്കേഴ്സിനെ കിട്ടും അല്ലെ. ഒത്തിരി ആൾക്കാര് റെഡി ആയിരിക്കും ആ ജോബ് ചെയ്യാനായിട്ട്, അത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികൾ അവൈലബിൾ ആയിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അത്രയും ജനസംഖ്യ കുറവാണ്, അത്രയും എംപ്ലോയീസ് അവൈലബിൾ അല്ല. എന്തില്ല ഹ്യൂമൻ റിസോഴ്സ് മാർക്കറ്റിൽ അത്ര എംപ്ലോയീസ് അവൈലബിൾ അല്ല. സോ അവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എംപ്ലോയീസിനെ തന്നെ റിക്രൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ പുറം രാജ്യത്തൊക്കെ കേട്ടിട്ടുണ്ടാവും, അവൈലബിൾ ആയിട്ടുള്ള എംപ്ലോയീസ് ഇല്ലാത്തത് കൊണ്ട് പുറം രാജ്യത്ത് നിന്ന് നമ്മൾ ഇന്ത്യ പോലത്തെ രാജ്യത്ത് നിന്ന് എംപ്ലോയീസിനെ അവിടേക്ക് ക്ഷണിക്കുന്നു, ഇൻവൈറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെ ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള എംപ്ലോയീസിന്റെ എണ്ണം കുറവാണ്, അതുകൊണ്ടാണ്. If the recruitment program fails to provide a clear pool of applicants, then it is quite apparent that selection process may not be able to fulfill the recruit set of skilled persons. So നമുക്ക് എന്താണ് റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം ഫെയിൽ ആണ്, അത്രയും എംപ്ലോയീസിന് അല്ലെങ്കിൽ അത്രയും കാൻഡിഡേറ്റ്സിന് കണ്ടെത്താനായിട്ട് പറ്റില്ല. അങ്ങനെ വരുമ്പോൾ സെലക്ഷൻ പ്രോസസ് എന്താവും, ഓട്ടോമാറ്റിക്കലി എന്താണ് ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റില്ല, ഫെയിൽ ആവും. കാരണം എന്താണ്, നമ്മൾ ഉദ്ദേശിച്ച സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോ എന്താണ് പറഞ്ഞത്, മീറ്റ്സ് ദ ഓർഗനൈസേഷണൽ ഒബ്ലിഗേഷൻസ്. നമ്മളുടെ ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ എന്താണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ജനസംഖ്യാ ശാസ്ത്രം എന്ന് വെച്ചാൽ നമ്മുടെ പോപ്പുലേഷൻ. ഓക്കെ, അപ്പൊ അത് ഒരുപാട് നമ്മൾ ഇന്ത്യയൊക്കെ പോലെയാണെങ്കിൽ പോപ്പുലേഷൻ റേറ്റ് അത്യാവശ്യം ഹൈ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് എംപ്ലോയീസ്, നിസ്സാരം ലേബറിൽ പോലും വർക്ക് ചെയ്യാൻ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ബ്ലൂ കോളർ ജോബ് ചെയ്യാനായിട്ട് ആരും തയ്യാറാവില്ല. പക്ഷെ വൈറ്റ് കോളർ ജോബ് ആണെങ്കിൽ ഒത്തിരി പൈസ കുറവാണെങ്കിലും ഒത്തിരി പേര് ആ വൈറ്റ് കോളർ ജോബ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വരാറുണ്ട്.
സോ അപ്പൊ എന്താണ്, അതേപോലെ തന്നെ നമ്മളെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്തപ്പോൾ നമുക്ക് അത്രയും ആപ്ലിക്കൻസിനെ റിസീവ് ചെയ്യാൻ പറ്റിയില്ല. ആപ്ലിക്കൻസിന് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ സെലക്ഷൻ പ്രോസസ്സ് മേ ബി ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ആ രണ്ട് പോലെ ഒന്ന് വായിച്ചേ. ഇൻക്രീസിംഗ് ദ സക്സസ് റേറ്റ് ഓഫ് സെലക്ഷൻ മീറ്റ് ദ ഓർഗനൈസേഷണൽ ഒബ്ലിഗേഷൻ. നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ലിഗേഷൻ നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എടാ അതെ, മീറ്റ്സ് ദ ഓർഗനൈസേഷൻ ഒബ്ലിഗേഷൻ. നമുക്ക് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന് എണ്ണം കുറയുകയാണെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ ഒബ്ലിഗേഷൻസ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓർഗനൈസേഷന് വേണ്ട സ്കിൽഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മുടെ ഓർഗനൈസേഷനിൽ ഡെമോഗ്രാഫിക് കോമ്പസിഷൻ വെച്ചാൽ നമുക്ക് നമ്മുടെ എന്താ പറയാ ഹ്യൂമൻ റിസോഴ്സ് മാർക്കറ്റിൽ എംപ്ലോയീസിന്റെ എണ്ണം കുറവാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് വേണ്ടി കിട്ടുന്ന ആപ്ലിക്കേഷന്റെ നമ്പർ കുറവായിരിക്കും. സോ സെലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുമോ അവിടെ? ഇല്ലല്ലോ. അപ്പൊ ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ കോമ്പോസിഷൻ ഓഫ് ഇറ്റ്സ് വർക്കേഴ്സിന്റെ ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കുറവാണ്. നമുക്ക് അത്രയും എംപ്ലോയീസിനെ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന്റെ ലീഗൽ അതേപോലെ സോഷ്യൽ ഒബ്ലിഗേഷൻസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു മീനിങ് ആവും. ഒന്ന് റീഡ് ചെയ്ത് നോക്കട്ടോ. അതില് ബേർഡ്സിന്റെ ഒരു ഇതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ സിമ്പിൾ ആണത്. ചില റിക്രൂട്ട്മെന്റ് അത്രയും ആപ്ലിക്കേഷൻസ് കിട്ടിയില്ലെങ്കിൽ സെലക്ഷൻ പ്രോസസ്സ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഒബ്ലിഗേഷൻസ്, ആ സെലക്ഷൻ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഒബ്ലിഗേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റില്ല. അത്രേ ഉള്ളൂ. ഫോർത്ത് പോയിന്റ് ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ.
ബാക്കി എല്ലാവരും വായിച്ചോ? Yes, ma'am. സോറി കേട്ടോ, മ്യൂട്ട് ആയിരുന്നേ. സൗണ്ട് ഇല്ലാന്ന് കാണുമ്പോ പറയണം കേട്ടോ. സോറി കേട്ടോ. ഓക്കെ. ഇൻക്രീസ് ആൻഡ് ഇവാലുവേറ്റ് എഫക്റ്റീവ്നെസ് എന്ന് വെച്ചാൽ നമ്മുടെ ഫ്യൂച്ചർ എഫക്റ്റീവ്നെസിനെ കുറിച്ചിട്ട് ഇൻഡിവിജ്വൽസിന്റെ ആവട്ടെ ഓർഗനൈസേഷനെ അത് എന്തായിട്ട് റിലേറ്റഡ് ആണ്? നമ്മുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സായിട്ട് റിലേറ്റഡ് ആണ്. കാരണം നമ്മൾ റൈറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നല്ല എഫക്റ്റീവ്നെസ്സോട് കൂടി അവര് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യും. സോ എന്തിന് കാരണമാകുന്ന ഓർഗനൈസേഷൻ എഫക്റ്റീവ്നെസ് കൂട്ടാൻ കാരണമാകും. നോക്കാം. The present as well as future effectiveness of the individual and the organization get increased due to recruitment. Recruitment വഴി individual effectiveness and organization effectiveness increase out. It also assess the effectiveness of variety of recruiting method and source for all types of applicants. സോ ഇതെന്തിന് കാരണമാകുന്നു? നമുക്ക് കൂടുതൽ വെറൈറ്റി മെത്തേഡ്സ് റിക്രൂട്ട്മെന്റ് മെത്തേഡ് ഓപ്റ്റ് ചെയ്യാനും അതേപോലെ അതിൽ നിന്ന് ഏറ്റവും ജോബ് ആപ്ലിക്കൻസിന് കളക്ട് എല്ലാ ടൈപ്സ് ഓഫ് ജോബ് ആപ്ലിക്കൻസിനെയും കളക്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. റെഡ്യൂസ് ടേൺ ഓവർ. ഇനിയിപ്പം വൺസ് റിക്രൂട്ടഡ് ആൻഡ് സെലക്ട്, നമ്മൾ എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്തു, സെലക്ട് ചെയ്തു. The recruitment process minimize the chance of job of applicant will quit the organization in the initial phase of placement. നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയാണ് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ വിട്ടു പോകുന്ന ചാൻസ് കുറവായിരിക്കും. ദാറ്റ്സ് ആണ് ടേൺ ഓവർ. എംപ്ലോയീസ് ടേൺ ഓവർ നമ്മൾ റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലേ, മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? എംപ്ലോയീസ് കൊഴിഞ്ഞു പോക്ക് അത് കുറവായിരിക്കും എന്നാ പറയുന്നത്. This in turn result in retention of the potential employees. നല്ല രീതിയിൽ റിക്രൂട്ട് ചെയ്ത് റൈറ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കണമെങ്കിൽ അപ്പൊ അവിടെ എന്താണ്, നമ്മുടെ ഓർഗനൈസേഷനിൽ തന്നെ അവരെന്ത് ചെയ്യും? സ്റ്റേ ചെയ്യും. അവർ കൊഴിഞ്ഞു പോകില്ല, റിറ്റെയിൻ ചെയ്യും. നമ്മുടെ ഓർഗനൈസേഷൻ തന്നെ സ്റ്റേ ചെയ്യും, റിറ്റെയിൻ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ റെഡ്യൂസ് ടേൺ ഓവർ വെച്ചാൽ ആപ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടേൺ ഓവർ റേറ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, ആ രണ്ട് പോയിന്റ് കൂടി ഒന്ന് റീഡ് ചെയ്തേ. റീഡ് ചെയ്യാണ് കേട്ടോ ഓവറോൾ. ഓക്കെ, അപ്പൊ നമ്മള് ചാപ്റ്റർ 2 റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അതില് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന പോർഷൻസ് ആണ് നമ്മൾ ലാസ്റ്റ് ഡേയ്സിലായിട്ട് കവർ ചെയ്തത്. എന്താണ് റിക്രൂട്ട്മെന്റ്, നേച്ചർ എന്താണ്, ഒബ്ജക്റ്റീവ് എന്താണ്, ഫാക്ടേഴ്സ് അഫക്റ്റീവ് റിക്രൂട്ട്മെന്റ് ആൻഡ് മെയിൻലി റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്താണ്, റിക്രൂട്ട്മെന്റ് പ്രോസസ് കഴിഞ്ഞിട്ട് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്, അതിൽ ഇന്റേണൽ എക്സ്റ്റേണൽ സോഴ്സ്, അതിന്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, ദെൻ ലാസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് റിക്രൂട്ട്മെന്റ് വരെയും കവർ ചെയ്തു അല്ലെ? ഇത്രയുമാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്.
ഇനി നമ്മൾ കടക്കാൻ പോകുന്ന റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷനിലെ രണ്ടാമത്തെ മെയിൻ ഹെഡിങ് ആയിട്ടുള്ള സെലക്ഷൻ എന്ന് പറയുന്നതിലേക്കാണ് അല്ലെ. റിക്രൂട്ട്മെന്റിന്റെ അവസാന സ്റ്റെപ്പ് അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ സെലക്ഷൻ ആയിട്ടാണ് പറയുന്നത്. ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ ഉണ്ട്, എന്നാലും റിക്രൂട്ട്മെന്റിലേക്ക് അവസാന സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്, സെലക്ഷൻ ആണ്. സെലക്ഷൻ എന്ന് പറയുമ്പോൾ റൈറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ റൈറ്റ് ആയിട്ടുള്ള പോസ്റ്റിലേക്ക് പ്ലേസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെലക്ഷൻ എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റ് എന്ത് പ്രോസസ്സാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് തുടങ്ങിയപ്പോ, പോസിറ്റീവ് പ്രോസസ് അല്ലേ, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? റിക്രൂട്ട്മെന്റ് ഒരു പോസിറ്റീവ് പ്രോസസ് ആണ്. എത്ര ആപ്ലിക്കേഷൻസ് വന്നാലും അതെല്ലാം നമ്മൾ സ്വീകരിക്കാണ്, അപ്പൊ നമ്മളത് സ്വീകരിക്കാണ്. അത് പോസിറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷേ നെഗറ്റീവ് പ്രോസസ് ഉണ്ട്, അതാണ് സെലക്ഷൻ. നമുക്ക് വേണ്ട ആപ്ലിക്കൻസിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, സെലക്ട് ചെയ്യുള്ളൂ. ബാക്കി എല്ലാ ആപ്ലിക്കൻസിനും നമ്മൾ എന്ത് ചെയ്യും, റിജക്ട് ചെയ്യും. സോ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് പ്രോസസ് ആണ്. സെലക്ഷൻ പറഞ്ഞാല് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടിയിട്ടുണ്ടാവും, അതിൽ നിന്ന് നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ടുണ്ടാവും. അതിലെ മേ ബി ഒരു 10 നമ്പേഴ്സ് ഓഫ് ആപ്ലിക്കൻസ് ആയിരിക്കും ഒരു ജോബിന് വരുന്നത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കന്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സെലക്ഷൻ പ്രോസസ്സിലേക്കാണ് വരുന്നത്, സെലക്ഷനിലേക്കാണ് വരുന്നത്. കൺസെപ്റ്റ് ഓഫ് സെലക്ഷൻ. ഓക്കെ, എന്താണ് കൺസെപ്റ്റ് ഓഫ് സെലക്ഷൻ? Selection refers to the process in which individuals are selected from the list of job applicants, processing the required knowledge and skill for the job to be performed in the organization. നമ്മൾ ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആപ്ലിക്കൻസിന്, ജോബ് ആപ്ലിക്കൻസിനെ സെലക്ട് ചെയ്യാണ്. നമുക്ക് ഒരുപാട് ലിസ്റ്റ് ഉണ്ടാവും, ജോബ് ആപ്ലിക്കൻസിന്റെ ഒരുപാട് ലിസ്റ്റ് ഉണ്ടാവും. അതിൽ നമുക്ക് വേണ്ട, നമുക്ക് നോളജ്, നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള നോളജും സ്കില്ലുള്ള ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാണ്. ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സിനെയും നമ്മൾ റിജക്ട് ചെയ്യാണ്, അല്ലെങ്കിൽ ബെസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. Selection is the process which include various phases such as reviewing the applicants in order to check whether they are suitable for the job or not. എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, ആ റിവ്യൂ ചെയ്യാണ് ആപ്ലിക്കൻസിന്. നമ്മൾ എന്ത് ചെയ്യാണ്, റിവ്യൂ ചെയ്യാണ്, അവർ ചെക്ക് ചെയ്യാണ് അവർ നമ്മുടെ ജോബ് ചെയ്യാൻ suitable ആണോ, ഓക്കെ ആണോ. സെലക്ട് ദ റൈറ്റ് വൺ ഫ്രം ദ ലിസ്റ്റ് ഓഫ് ആപ്ലിക്കൻസ്. ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള, ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള വ്യക്തിനെ അല്ല ആപ്ലിക്കന്റിനെ ആയിരിക്കും നമ്മൾ ആ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യണേ. ആൻഡ് ദ റിജക്ട് ദ ലിസ്റ്റ്, ബാക്കി ഉള്ള ആപ്ലിക്കൻസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, റിജക്ട് ചെയ്യാണ്. Therefore, selection can be regarded as negative process. ഞാൻ പറഞ്ഞില്ലേ, സെലക്ഷൻ നമ്മൾ എന്താണെന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പ്രോസസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം എന്താണ്, ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, സെലക്ട് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും നമ്മൾ എന്ത് ചെയ്യാണ്, റിജക്ട് ചെയ്യാണ്. അതുകൊണ്ടാണ് സെലക്ഷൻ നെഗറ്റീവ് പ്രോസസ് എന്ന് പറയുന്നത്. In its application, as its main aim is to reject as many unsuitable individuals as possible. അപ്പോൾ സെലക്ഷന്റെ മെയിൻ എയിം തന്നെയാണ് അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ എന്ത് ചെയ്യുക, റിജക്ട് ചെയ്യുക. ഏറ്റവും സ്യൂട്ടബിൾ, ഏറ്റവും അപ്രോപ്രിയേറ്റ്, ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള എംപ്ലോയിനെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. So as to get the right and appropriate candidate for the organization. അങ്ങനെ അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയൊക്കെ നമുക്ക് റിജക്ട് ചെയ്താലേ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സെലക്ഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് കിട്ടിക്കുന്ന ലിസ്റ്റിൽ നിന്ന് ഏറ്റവും ജോബ് ആപ്ലിക്കൻസിന്റെ നമ്പേഴ്സിൽ നിന്ന്, ആപ്ലിക്കേഷനിൽ നിന്ന് ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. സെലക്ഷന്റെ ഫേസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആപ്ലിക്കൻസിനെ റിവ്യൂ ചെയ്യുന്നുണ്ട്, അവരുടെ ക്വാളിഫിക്കേഷൻസ്, നോളജ് ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ഷൻ പ്രോസസ് കണ്ടക്ട് ചെയ്യുന്നത്. സെലക്ഷൻ പ്രോസസ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ലിസ്റ്റ് ഓഫ് ആപ്ലിക്കൻസിന്റെ ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആപ്ലിക്കന്റിനെ സെലക്ട് ചെയ്യും. ബാക്കി ആപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, റിജക്ട് ചെയ്യാണ്. അതുകൊണ്ടാണ് നമ്മൾ സെലക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് പ്രോസസ് ആണ് എന്ന് പറയുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനിൽ ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആപ്ലിക്കന്റ് നമ്മൾ സെലക്ട് ചെയ്തു, ബാക്കി എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്തു, റിജക്ട് ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, സെലക്ഷൻ ഈസ് എ നെഗറ്റീവ് പ്രോസസ്.
ഇനി മെയിൻ എയിം തന്നെ സെലക്ഷന്റെ മെയിൻ എയിം എന്താണ്? അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ റിജക്ട് ചെയ്യുക, ഏറ്റവും മോസ്റ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രം എന്ത് ചെയ്യുക, നമ്മൾ നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക എന്നാണ് സെലക്ഷന്റെ എയിം. ഓക്കെ. Then, according to Sherman Holmes and Osborne, selection is a series of steps from initial applicants, screening to final hiring of the new employees. Selection എന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് ആണ്. സീരീസ് ഓഫ് സ്റ്റെപ്സ് നമ്മൾ സെലക്ഷൻ പ്രോസസ് ഒക്കെ പഠിക്കും, നമുക്ക് മനസ്സിലാവും. ഒരു സ്റ്റെപ്സ് ആണ്. അതിൽ ഇനിഷ്യൽ ആയിട്ട് ആപ്ലിക്കൻസിനെ സ്ക്രീൻ ചെയ്യുക മുതൽ ടു ഫൈനൽ ഹയറിംഗ്, അവരെ ഫൈനൽ ആയിട്ട് ഹയർ ചെയ്യുന്നത് വരെയും എന്തുണ്ട്? സെലക്ഷൻ പ്രോസസ് ആണ്. അപ്പോ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ സീരീസ് ഓഫ് സ്റ്റെപ്സ് ആണ്. ആപ്ലിക്കൻസിനെ സ്ക്രീൻ ചെയ്യാൻ മുതൽ ഫൈനൽ സെലക്ഷൻ വരെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് according to Terry Knowles-Key, selection is the process of making a hire or non-hire decision regarding each applicant for a job. Selection എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഹയർ ചെയ്യും, അല്ലെങ്കിൽ നോ ഹയർ. ചില ആ ഒരു ആപ്ലിക്കൻസിന് ആ ഒരു ജോബിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ ഹയർ ചെയ്യും, അല്ലെങ്കിൽ ഹയർ ചെയ്യാതിരിക്കും. ആ ഒരു പ്രോസസ്സിനെയാണ് സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഡെഫിനേഷൻ ആണ് according to Steve B. Robbins and Mary Coulter, selection is the process of screening job applications to ensure the most appropriate candidates are hired. എന്നുവെച്ചാൽ സെലക്ഷൻ പറഞ്ഞൊരു പ്രോസസ് ആണ്. നമുക്ക് വന്നിട്ടുള്ള ആപ്ലിക്കേഷൻസിനെ എല്ലാം സ്ക്രീൻ ചെയ്യുന്നു, അതിൽ നിന്ന് ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഹയർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെലക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് according to that order, selection is the process by which candidates for employment are divided into two classes, those who will be offered employment and those who will not. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ നമ്മൾ സെലക്ഷന്റെ നടത്തുമ്പോൾ, സെലക്ഷൻ പ്രോസസ് കണ്ടക്ട് ചെയ്യുമ്പോൾ കാൻഡിഡേറ്റ്സിന്, എംപ്ലോയ്മെന്റിന് വേണ്ടി വന്നിട്ടുള്ള കാൻഡിഡേറ്റ്സിന് രണ്ട് ഗ്രൂപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യണം. ആർക്കെല്ലാം നമുക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം, ആർക്കെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് പ്രൊവൈഡ് ചെയ്യുന്നവർ നമ്മുടെ ഓർഗനൈസേഷനിൽ എടുക്കുകയും ബാക്കിയുള്ളവർ നമ്മൾ എന്ത് ചെയ്യാണ്? റിജക്ട് ചെയ്യുകയാണ്. അപ്പൊ ഡെഫിനിഷൻസ് ഒക്കെ ചെറുതാണ്, ഏകദേശം ഒന്നൊരു വ്യക്തത വരുത്തി വെക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ സീരീസ് ഓഫ് സ്റ്റെപ്സ് ഫ്രം ഇനീഷ്യൽ ആപ്ലിക്കൻസ് ടു ഫൈനൽ ഹയറിംഗ് എന്ന് പറയുന്നത് ആരാണ് പറഞ്ഞത്? അതേപോലെ ഹയർ ഓർ നോ ഹയർ ഡിസിഷൻ ആരാണ് പറഞ്ഞത്? അതേപോലെ പ്രോസസ് ഓഫ് സ്ക്രീനിങ് ജോബ് ആപ്ലിക്കേഷൻ, മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ ഹയർ ചെയ്യണമെന്ന് പറഞ്ഞത് ആരാണ്? എംപ്ലോയ്മെന്റ്സിനെ രണ്ട് ഗ്രൂപ്പായിട്ട്, രണ്ട് ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ആരാണ്? ആ വ്യക്തികളുടെ പേര് ഒന്ന് നല്ല രീതിയിൽ, വ്യക്തി ആ ഡെഫിനേഷൻ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഡെഫിനേഷൻ ഫുൾ ആയിട്ട് നമ്മൾ പണ്ട് പഠിച്ച പോലെ പഠിക്കേണ്ട, ജസ്റ്റ് ഒരു ധാരണ. അതൊരു എന്താണ്, ഡെഫിനേഷൻ ഒന്നും ചോദിക്കാറില്ല, പക്ഷെ മേ ബി ഡെഫിനേഷൻ തന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാതെ ആ ഒരു രീതിയിൽ നോക്കി വെക്കാം, മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഒന്ന് റീഡ് ചെയ്തേ. സെലക്ഷൻ എന്താണ്? ഡെഫിനിഷൻസ് ഒന്ന് റീഡ് ചെയ്തേ.
ഓക്കെ, റീഡ് ചെയ്തോ എല്ലാവരും? ക്ലിയർ ആണോ? ഞാൻ ഇന്ന് ഇത്രയും പോർഷൻ എടുക്കുന്നുള്ളൂ. ക്ലിയർ ആണോ? എടുക്കുന്ന പോർഷൻസ് ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങളില്ലേ പോർഷൻ ഞാൻ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് നന്നായിട്ട് റീഡ് ചെയ്യണം കേട്ടോ. എന്താന്ന് വെച്ചാൽ നിങ്ങൾ നേരിട്ട് കാണുന്നില്ലല്ലോ. നേരിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നിങ്ങളെ മുഖത്ത് മനസ്സിലാക്കാം ആ പോർഷൻ ക്ലിയർ ആണോ അല്ലേ. അപ്പോ നിങ്ങളെ കാണുന്നില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല, അതുകൊണ്ടാണ് ക്ലിയർ ആണോ എന്ന് ചോദിച്ച് എടുക്കുന്നത്. അപ്പൊ അധികം പോർഷൻ എടുത്തിട്ടില്ല, നന്നായിട്ട് റീഡ് ചെയ്യാം, ഡെഫിനിഷൻസ് നല്ല രീതിയിൽ നോക്കാം കേട്ടോ. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. താങ്ക് യു മാം.